നിലമ്പൂർ കൗണ്ട് ഡൗൺ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. ഇപ്പോൾ എന്താണ് നിലമ്പൂർ ചിന്തിക്കുന്നത്? അവിടെ കാലാകാലങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം ജയിച്ച ആ 2-3 തവണ ആ വിജയം അത് ഇടതുപക്ഷ വോട്ടുകളുടെ മാത്രം വിജയമല്ല എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് ചരിത്രം നിലമ്പൂരിനെ നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഏറ്റവും കൂടുതൽ തവണ ജയിച്ചു വന്നത് ആര്യാടൻ മുഹമ്മദ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്. പാണക്കാട് കുടുംബത്തെയും ലീഗിനെയും നിരന്തരം വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ആര്യാടൻ മുഹമ്മദ് ഓരോ തെരഞ്ഞെടുപ്പിലും നിലമ്പൂരിൽ ജയിച്ചത്. ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് നിലമ്പൂരിൽ അദ്ദേഹം പരാജയപ്പെട്ടത്. അത് LDFന്റെ ഘടകകക്ഷിയായിട്ട് കോൺഗ്രസ് പിളർന്ന് AK ആന്റണിയും ഉമ്മൻചാണ്ടിയും അടക്കം നേതാക്കളായിട്ട് LDFിലേക്ക് വന്ന സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിലാണ്. ബാക്കി എല്ലാ തവണയും ആര്യാടൻ ജയിക്കുകയായിരുന്നു, ആര്യാടൻ മുഹമ്മദ്. അപ്പോൾ അവിടെ നിലമ്പൂരിൽ TK ഹംസയോ കുഞ്ഞാലിക്ക് ശേഷം ഒരു വലിയ ഗ്യാപ്പിന് ശേഷം TK ഹംസ ഇടതുപക്ഷ പിന്തുണയോടെ അവിടെ ജയിക്കുന്നു. പിന്നീട് PV അൻവർ 2 തവണ ജയിക്കുന്നു. അപ്പോൾ TK ഹംസ നിലമ്പൂരിൽ ജയിച്ചത് ഇടതുപക്ഷത്തിൻ്റെയോ CPIMന്റെയോ വോട്ടുകൊണ്ട് മാത്രമായിരുന്നില്ല. മലപ്പുറം DCCയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന TK ഹംസ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷ ചേരിയിലേക്ക് വന്നപ്പോഴാണ് നിലമ്പൂരിൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ചിട്ട് അദ്ദേഹം ജയിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിലെ വിമത വോട്ടുകളും LDFന്റെ വോട്ടുകളും കൂടെ കിട്ടിയപ്പോഴാണ് ഹംസയ്ക്ക് അവിടെ ജയിക്കാൻ സാധിച്ചത്. അതുപോലെ PV അൻവർ ജയിച്ചത് ഇടതുപക്ഷത്തിന്റെ വോട്ടുകൊണ്ട് മാത്രമല്ല, കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പക്ക ബിസിനസ്സുകാരനായി മാറിയ PV അൻവർ കോൺഗ്രസിലെ ചില വിമത വോട്ടുകളും നിലമ്പൂരിലെ വ്യക്തിപരമായ ചില വോട്ടുകളും ഒക്കെ നേടുകയും അതോടൊപ്പം ഏറ്റവും പ്രധാന വോട്ട് ബാങ്കായ ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് കൂടെ ചേർന്നപ്പോഴാണ് PV അൻവറിനെ ജയിക്കാനായത്, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ അവിടെയാണ് കുഞ്ഞാലിക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ നേരത്തെ ശ്രീരാമകൃഷ്ണൻ മത്സരിച്ച് പരാജയപ്പെട്ടു, നമുക്കറിയാം. ഇപ്പോൾ വീണ്ടും പാർട്ടി ചിഹ്നത്തിൽ M സ്വരാജിനെ CPIM ഇടതുപക്ഷവും രംഗത്തിറക്കിയിരിക്കുന്നത്. ഇവിടെ UDFന് പറ്റിയ ചില പാളിച്ചകൾ ഇതോടൊപ്പം പറയേണ്ടത്. M സ്വരാജ് LDF സ്ഥാനാർത്ഥിയാകുമെന്ന് ലീഗോ കോൺഗ്രസോ കരുതിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ആദ്യമേ സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് പ്രഖ്യാപിച്ചു. തർക്കം വരാതിരിക്കാൻ വേണ്ടി VS ജോയിയുടെ പേരുകൾ ഉയർന്നു വന്നപ്പോൾ തന്നെ പെട്ടെന്ന് ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചു, ആര്യാടൻ്റെ മുഹമ്മദിന്റെ മകനെ പ്രഖ്യാപിച്ചു, പ്രശ്നങ്ങൾ ഒഴിവാക്കി, ഡെക്ക് ക്ലിയർ ചെയ്തു. എന്നിട്ട് പരിഹാസമായി ഇടതുപക്ഷത്തോട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പോലും കണ്ടെത്താൻ പറ്റുന്നില്ല, ഇങ്ങനെ സ്വതന്ത്രരെ അന്വേഷിച്ച് നടക്കുകയാണ് PV അൻവറിനെ പോലെ അടുത്ത ആള്, എന്തേ നിങ്ങൾക്ക് M സ്വരാജിനെ മത്സരിപ്പിച്ചുകൂടാ, നിലമ്പൂർകാരനായ പോത്തുകല്ല് സ്വദേശിയെ മത്സരിപ്പിച്ചുകൂടാ, അതിനുള്ള ത്രാണിയില്ല, തൻ്റെ ഇടവില്ല, LDF ആകെ അങ്കലാപ്പിലായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഒരു മുഴം നീട്ടിയെറിഞ്ഞ് മൈലേജ് ഉണ്ടാക്കാൻ UDF ശ്രമിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ പ്രസ്താവനകൾ ഈ രീതിയിൽ സ്വരാജിനെ വരെ പരിഹസിച്ചുകൊണ്ട്, സ്വരാജ് വരുമോ, ധൈര്യമുണ്ടോ വരാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ നമുക്കറിയാം. അവസാനം സ്വരാജ് വന്നപ്പോൾ UDFൽ ഞെട്ടലുണ്ടായിരുന്നത് സത്യമാണ്. അത് പാർട്ടി രാഷ്ട്രീയമാണ്, രാഷ്ട്രീയപരമായ തീരുമാനം. പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കട്ടെ, ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാകട്ടെ എന്ന് LDF തീരുമാനിച്ചു, CPIM തീരുമാനിച്ചു. അവിടെയാണ് LDFന്റെ രാഷ്ട്രീയ നിലപാടിന്റെ വിജയം എന്ന് പറയുന്നത്. അത് ഇലക്ഷനിലെ വിജയമായിട്ട് മാറുമോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പൊ സ്വരാജ് വന്നപ്പോൾ ഒന്ന് കിടുങ്ങി UDF ക്യാമ്പുകൾ, ലീഗ് ക്യാമ്പുകൾ. അത് സത്യമാണ്. മികച്ച പ്രചാരണം കൊണ്ടുവരാൻ LDFനും സ്വരാജിനും സാധിച്ചു. സ്വരാജ് LDFന് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂരിൽ നിർത്താൻ ഏറ്റവും മിടുക്കനായ സ്ഥാനാർത്ഥിയാണ് M സ്വരാജ്. അദ്ദേഹം മികച്ച വാഗ്മിയും പ്രാസംഗികനും മികച്ച സംഘാടകനും പൊതുവെ സമ്മതനുമായ ആളാണ് M സ്വരാജ്. ഇതിനകം തന്റെ കഴിവുകൾ തെളിയിച്ച യുവ നേതാവ് കൂടിയാണ്, ഇടതുപക്ഷത്തെ യുവ നേതാവ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിന്ന്, സാഹിത്യ മണ്ഡലങ്ങളിൽ നിന്നൊക്കെ കുറെ പിന്തുണ സ്വരാജിന് കിട്ടും. അത്തരം പ്രചാരണത്തിലൊക്കെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറ്റമറ്റ എണ്ണയിട്ട യന്ത്രം പോലെയുള്ളൊരു മെഷീനറി, ഇലക്ഷൻ മെഷീനറി നിലമ്പൂരിൽ ഉണ്ടാക്കിയെടുക്കുവാൻ, പ്രാവർത്തികമാക്കാൻ
LDF-നും സാധിച്ചു എന്നുള്ളത് സത്യമാണ്. നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം UDF-ന്റെ ഭാഗത്ത് വീഴ്ചകൾ സംഭവിച്ചു. അത് ഏതൊക്കെയാണ്? ഒന്ന്, KC വേണുഗോപാൽ തുടങ്ങി വെച്ച ചില പരാമർശങ്ങൾ, അതായത് പിണറായി വിജയൻ പാണക്കാട്ട് കുടുംബത്തെ, പാണക്കാട്ട് തങ്ങളെ ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ടൊരു കാർഡ് തിരിച്ചടിച്ചു. അപ്പം അവിടെ ചർച്ച ചെയ്തു എന്തു വന്നു? പണ്ട് ആര്യാടൻ മുഹമ്മദ് എത്രയോ തവണ വളരെ രൂക്ഷമായ രീതിയിൽ പാണക്കാട് കുടുംബത്തെ, ലീഗിനെ വിമർശിച്ചിരിക്കുന്നു. ആര്യാടൻ ഷൗക്കത്ത് വിമർശിച്ചിട്ടുണ്ടല്ലോ. അത്രയൊന്നും പിണറായി വിജയൻ പറഞ്ഞില്ലല്ലോ. പിണറായി വിജയൻ രാഷ്ട്രീയ നിലപാട് പറഞ്ഞു. അതായത് പാണക്കാട് തങ്ങൾ ഒരേ സമയം ആത്മീയ രീതികളും അതോടൊപ്പം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനവും വഹിക്കുമ്പോൾ ആ രാഷ്ട്രീയ നേതാവിനെ ഞങ്ങൾ വിമർശിക്കും. അത് രാഷ്ട്രീയമാണ്, അത് മതം അതിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. അല്ലെ അദ്ദേഹം ആത്മീയ ആചാര്യനായിക്കോട്ടെ, പക്ഷെ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ നമ്മൾ പാണക്കാട് തങ്ങളെ വിമർശിക്കും നിലപാടുകളുടെ പേരിൽ. അത് രാഷ്ട്രീയമായ തീരും. ഇതിനേക്കാൾ എത്രയോ അതിരൂക്ഷമായ ഭാഷയിൽ ആര്യാടൻ മുഹമ്മദും പിന്നീട് ആര്യാടൻ ഷൗക്കത്തും പാണക്കാട് തങ്ങളുടെ അവിടെ എന്താ റെയ്ഡ് നടത്താത്തതെന്നൊക്കെ ചോദിച്ചതൊക്കെ എവിടെയുണ്ടല്ലോ. അപ്പം അതും പൊന്തി വന്നപ്പോൾ ആ പ്രചാരണം അവിടെ വെച്ച് മരവിച്ചു പോയി, അത് ഐസായി. അതൊന്ന്. രണ്ട്, വാർദ്ധക്യകാല ക്ഷേമ പെൻഷനുകൾ കൈക്കൂലിയാണെന്ന് പറഞ്ഞ ആ ഒരു വിടുവായത്തം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അതും തിരിച്ചടിച്ചു. വാർദ്ധക്യകാലത്ത് സർക്കാർ കൊടുക്കുന്ന ഈ ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞ ആ പ്രയോഗം തെറ്റിപ്പോയി. അത് UDF-ന് തിരിച്ചറിവുണ്ടായിട്ട് പിന്നെ ആ കാമ്പയിൻ കുറച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാർ നാടകം രാത്രി 10 മണി 10:30 മണ്ഡലത്തിലേക്ക് അതിർത്തി കടന്നു വന്ന കാറ് പോലീസ് തടയുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം, കോഡ് ഓഫ് കോണ്ടക്ട് പ്രകാരം തടയുന്നു. അപ്പോൾ ഒരു നാടകോട് കളിക്കുന്നു. ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും പുറത്തിറങ്ങുന്നു. പോലീസ് പരിശോധിക്കുന്നു. ആ ബാഗ് എടുത്ത് പുറത്തു വെക്കുന്നു. അതെടുത്ത് പരിശോധിക്കും. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ആക്രോശിക്കുന്നു, ക്ഷോഭിക്കുന്നു, ഒരു നാടകം കളിക്കുന്നു. ഷാഫി ആദ്യം തടയുന്നില്ല, പിന്നെ അവസാനം ഷാഫി അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ഇത് വിവേചനമാണ്, UDF നേതാക്കളെ മാത്രമേ കൊണ്ട് റെയ്ഡ് നടത്തുന്നു എന്ന് പറഞ്ഞൊരു കോലാഹലം ഉണ്ടാക്കി. പക്ഷേ അത് പൊളിഞ്ഞുപോയി. കാരണം ഇടതുപക്ഷത്തെ തന്നെ 1 ഡസനോളം MP-മാർ, MLA-മാരെയും ചില മന്ത്രിമാരുടെയൊക്കെ വാഹനങ്ങൾ നിലമ്പൂർ വന്നതെല്ലാം പോലീസ് റെയ്ഡ് ചെയ്തു. ആ വാർത്തകളെല്ലാം വന്നപ്പോൾ അത് ഐസായിപ്പോയി. അപ്പൊ ഇങ്ങനെ മറ്റൊന്ന്, PV അൻവറിനെ കൂടെ നിർത്താൻ കഴിയാതെ പോയത്. ഇടതുപക്ഷം വിട്ടുവന്ന PV അൻവർ പ്രതീക്ഷിച്ചത് UDF-ന്റെ സ്ഥാനാർത്ഥിയാകാം എന്നായിരുന്നു. അല്ലെങ്കിൽ അത് പറ്റിയില്ലെങ്കിൽ അൻവർ നിർദ്ദേശിക്കുന്ന ആള് UDF-ന്റെ സ്ഥാനാർത്ഥിയാവണം. ആര്യാടൻ ഷൗക്കത്തിനെ അൻവറിന് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ VS ജോയിയെ DCC പ്രസിഡന്റിനെ ആക്കിയാൽ ക്രിസ്ത്യൻസിന്റെ വോട്ടും കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് നാടകം, ഒരു കാർഡ് അൻവർ ഇറക്കി. പക്ഷെ അത് കോൺഗ്രസ്, പ്രത്യേകിച്ച് VD സതീശന്റെ നേതൃത്വത്തിൽ, അത് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ അതിനെയെല്ലാം തള്ളിക്കളഞ്ഞ് അൻവർ കോൺഗ്രസുമായിട്ട് അടിപിടിയായി. VD സതീശനെതിരെ വളരെ മോശമായ രീതിയിലൊക്കെ അധിക്ഷേപിച്ച് സംസാരിച്ചു അൻവർ പത്രസമ്മേളനത്തിൽ. ഇതെല്ലാം നമ്മൾ കണ്ടു. അപ്പം ഈ രംഗത്ത്, ഈ ഇലക്ഷൻ ഗോദായിൽ ഇപ്പോൾ അൻവർ സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നു. അൻവർ എത്ര വോട്ട് പിടിക്കും? BJP എത്ര വോട്ട് പിടിക്കും? BJP സ്ഥാനാർത്ഥിയായിട്ടൊരു കേരള കോൺഗ്രസ് ജോസഫുകാരനെ കെട്ടിയിറക്കി മോഹൻ ജോർജിനെ. ഈ മോഹൻ ജോർജിന് എത്ര BJP-ക്കാർ വോട്ട് കൊടുക്കും? മാത്രമല്ല, M സ്വരാജിന് ഒരിക്കലും BJP വോട്ടുകൾ കിട്ടില്ലല്ലോ. M സ്വരാജ് സംഘപരിവാറിനെയും BJP, RSS-നെ നിരന്തരം കഠിനമായിട്ട് വിമർശിക്കുന്ന രാഷ്ട്രീയ നേതാവാണല്ലോ. അപ്പോൾ M സ്വരാജ് ജയിക്കാൻ BJP ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ BJP വോട്ടുകൾ മുഴുവൻ ഈ പറയുന്ന ഈ റബ്ബർ സ്റ്റാമ്പ് സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് കിട്ടുമോ? ആദ്യം BJP സ്വന്തം സ്ഥാനാർത്ഥി വേണ്ടാന്ന് തീരുമാനിച്ചു. വേണമെങ്കിൽ BDJS സഖ്യേഷി മത്സരിക്കട്ടെ. അവരും തയ്യാറാകാത്തപ്പോഴാണ് കെട്ടിയിറക്കി ഒരു കേരള കോൺഗ്രസ് ജെയുടെ ഒരു നേതാവിനെ കൊണ്ട് BJP സ്ഥാനാർത്ഥിയായിട്ട് രായ്ക്ക് രാമാനന്ദൻ നിർത്തി. അപ്പോൾ BJP-യുടെ എല്ലാ വോട്ടുകളും മോഹൻ ജോർജിന് കിട്ടാൻ പോണില്ല. BJP വോട്ടുകൾ M സ്വരാജിന് കിട്ടാൻ പോണില്ല. പിന്നെ ആ വോട്ടുകൾ എങ്ങോട്ട് പോകും? BJP-യിലെ ഒരു നല്ലൊരു പങ്ക് വോട്ടുകൾ UDF-ന് പോകും. അതൊരു യാഥാർത്ഥ്യം. പിന്നെ PV അൻവർ പിടിക്കുന്ന എത്ര വോട്ട് PV അൻവർ പിടിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷെ PV അൻവർ പിടിക്കുന്ന വോട്ടുകളിൽ നല്ലൊരു പങ്ക് CPM-ന് പുറത്ത്, ഇടതുപക്ഷത്തിന് പുറത്ത് PV അൻവർ ജയിച്ചപ്പോൾ കിട്ടിയ വോട്ടുകളിൽ ഒരു വിഭാഗം വോട്ടുകൾ PV അൻവറിന് ലഭിക്കും. അത് ഇടതുപക്ഷത്തിന് വരുന്നൊരു നഷ്ടമായിട്ടാണ് നമ്മൾ അതിനെ വിലയിരുത്തുന്നത്.
അപ്പോൾ PV അൻവർ കൂടുതൽ വോട്ട് പിടിക്കുമ്പോൾ അത് UDF-ന്റെയോ വോട്ടുകളല്ല കൂടുതൽ പിടിക്കുന്നത്, LDF-ന് കിട്ടാമായിരുന്ന വോട്ടുകൾ പിടിക്കും എന്നുള്ളതാണ് പൊതുവെ നമുക്ക് വിലയിരുത്താവുന്ന ഒരു കാര്യം. ഇനി മറ്റൊന്ന്, നിലമ്പൂർ മണ്ഡലത്തിന്റെ രാഷ്ട്രീയം. അതൊരു രാഷ്ട്രീയ മണ്ഡലമാണ്. ജാതിമത ചിന്തകൾക്ക് അപ്പുറത്തൊരു രാഷ്ട്രീയം നിലമ്പൂരിലുണ്ട്. അവിടെ CPIM-ഉം കോൺഗ്രസും ലീഗും ഏതാണ്ട് തുല്യ ശക്തികളാണ്. ആ 3 തുല്യ ശക്തികളുടെ ഇടയ്ക്കാണ് BJP-ക്ക് ഒരു 7,000-10,000 വോട്ടുകളുണ്ട്. പിന്നെ അൻവറിന്റെ പേഴ്സണൽ വോട്ട്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ നിർണായക ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ത്രികോണ കണക്കുകൂട്ടലിൽ ഇവിടെ ചതുഷ്കോണമില്ല. BJP-യും അൻവറും രംഗത്തുണ്ടെങ്കിലും നിലമ്പൂരിൽ ഒരു ചതുഷ്കോണ മത്സരമില്ല, ഒരു ത്രികോണ മത്സരവുമില്ല. 2 മുന്നണികൾ തമ്മിലാണ് മത്സരം. പക്ഷെ അതിൻ്റെ അകത്ത് ലീഗ് കോൺഗ്രസിന്റെ ഒരു ത്രയം CPM-ന്റെ എടുക്കുമ്പോൾ, മാസ് ബേസ് നോക്കി എടുക്കുമ്പോൾ ലീഗും കോൺഗ്രസും ഒരുമയോടെ നിന്നാൽ LDF-ന് ജയിക്കുക പ്രയാസമാണ്. അല്ലെങ്കിൽ സ്വരാജിന് ഒരു അട്ടിമറി ജയം, ഇതിനെയൊക്കെ മറികടക്കുന്ന ഒരു അട്ടിമറി ജയം സ്വരാജിന് നേടാൻ കഴിയും. അങ്ങനെ ജയിച്ചാൽ അത് അട്ടിമറി ജയം തന്നെയാണ്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനോടും അവർക്ക് വലിയ യോജിപ്പ് ലീഗിനില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവര് ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യും, ലീഗ് അണികളും പ്രവർത്തകരും അനുഭാവികളും. അതിന്റെ കാരണം ഇനി ഒരു 5 വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കാൻ ലീഗിന് ശേഷിയില്ല. അധികാരമില്ലാതെ എന്ത് ലീഗ്? ഇപ്പൊ 10 വർഷമായിട്ട് പുറത്തു നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടിയും സംഘവും ഇനി ഒരു 5 വർഷം കൂടെ പ്രതിപക്ഷത്തിരിക്കുക അവർക്ക് സങ്കല്പിക്കാനും വയ്യാത്ത കാര്യമാണ്. അധികാരമില്ലാതെ ലീഗിന് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെന്ത് വഴി വേണം? അതിന് നിലമ്പൂരിൽ ഈ ഇഷ്ടമില്ലെങ്കിലും ഈ ആര്യാടൻ ഷൗക്കത്ത് അങ്ങ് ജയിച്ചോട്ടെ. ജയിച്ചുള്ള ഗുണം അടുത്ത വർഷം നടക്കാതിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ ഒരു പിടിവള്ളിയായല്ലോ. നിലമ്പൂർ ഞങ്ങൾ പിടിച്ചു, വരാൻ പോകുന്ന 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കും എന്ന് പറഞ്ഞ് അടുത്ത ഒരു വർഷം UDF-ന് ഒരു കാമ്പയിൻ എഞ്ചിൻ ഒരു ഇന്ധനം കൊടുക്കുന്ന വിജയമായിട്ട് നിലമ്പൂരിനെ മാറ്റാൻ അവർക്ക് ശ്രമിക്കും. അപ്പൊ അവിടെ ലീഗിന് അധികാരം കിട്ടാൻ UDF അധികാരത്തിൽ വരണം, കോൺഗ്രസ് ലീഗ് സഖ്യം അധികാരത്തിൽ വരണം. അത് വരണമെങ്കിൽ അതിനുള്ള സെമി ഫൈനൽ എന്ന് പറയുന്നത് നിലമ്പൂരിൽ UDF ജയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആര്യാടൻ ഷൗക്കത്തിന് ഇഷ്ടമല്ലെങ്കിലും മനസ്സാ തോൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ലീഗിന്റെ കർശനമായ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ലീഗിന്റെ വോട്ടുകൾ ഭിന്നിക്കാൻ സാധ്യത വളരെ കുറവാണ്. കോൺഗ്രസിന്റെ വോട്ടുകളിലും കോൺഗ്രസ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാത്തതിന്റെ അമർഷമൊക്കെ അവിടെ ഉണ്ട്. എങ്കിലും അധികാരമോഹം നോക്കുമ്പോൾ ഇനിയും 5 വർഷം പ്രതിപക്ഷത്തിരിക്കുന്ന കാര്യം VD സതീഷിന് പോലും ചിന്തിക്കാനാവില്ല, PK കുഞ്ഞാലിക്കുട്ടിക്ക് ചിന്തിക്കാനാവില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും വോട്ട് എന്ത് കുന്തമാകട്ടെ സ്വരാജ് ജയിക്കരുത്. സ്വരാജ് ജയിച്ചാൽ പിന്നെ LDF-ന്റെ തേരോട്ടമാണ്, പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പിണറായി സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ 3-ാം ഊഴത്തിലേക്ക് കടക്കും. അടുത്ത വർഷം അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 3ാമത് LDF അധികാരത്തിൽ വരും. തടയാൻ പറ്റില്ല. ഇപ്പോഴത്തെ തന്നെ ട്രെൻഡ് അതാണ്. അപ്പോൾ ഒരു തടയിടാൻ നമുക്ക് നിലമ്പൂരിൽ ഒരു വിജയം ആവശ്യമാണ്. ഈ രാഷ്ട്രീയമാണ് ഇപ്പോൾ നിലമ്പൂരിൽ കളിക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രീയത്തെ ഒരു മികച്ച സ്ഥാനാർത്ഥിത്വം കൊണ്ട് എം സ്വരാജിനും മറികടക്കുക അത്ര എളുപ്പമല്ല. നിലമ്പൂരിലെ ഈ ഗോദായിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എം സ്വരാജ് തന്നെയാണ്, സംശയമില്ല. പക്ഷേ ആ മികവ് കൊണ്ട് മാത്രം, ആ വ്യക്തിത്വ മികവ് കൊണ്ടോ നേതൃപാഠവും കൊണ്ടോ മാത്രം നിലമ്പൂരിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെയും 10 വർഷമായിട്ട് പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന UDF-ന്റെ ദയനീയ സ്ഥിതിയെയും മറികടക്കാൻ അവർ ആഗ്രഹിക്കുമ്പോൾ, അവർക്ക് അധികാരമില്ലാതെ ജീവിക്കാനാവില്ല എന്ന് വരുമ്പോൾ നിലമ്പൂർ വിധി എഴുതുക ഈ ഒരു രൂപത്തിലൊക്കെ വരാനുള്ള വലിയ സാധ്യതകളുണ്ട്. അടിയൊഴുക്കുകൾ അങ്ങനെയുണ്ട്. ഇതിനെ മറികടക്കാൻ തൻ്റെ കരിസ്മ കൊണ്ട് അല്ലെ മികവ് കൊണ്ട് വ്യക്തിപരമായിട്ട് ഇടതുപക്ഷത്തിന് പുറത്തുള്ള വോട്ടുകൾ കൂടി പിടിക്കാതെ സ്വരാജിന് ജയിക്കാനാവില്ല. അത് പിടിച്ചെടുക്കാൻ തൻ്റെ കരിസ്മ, പിന്നെ പ്രചരണത്തിലെ ആ ഒരു മികവ്, ഇതുകൊണ്ടൊക്കെ സ്വരാജിന് സാധിക്കുമെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിലെ ഒരു വമ്പൻ വിജയമായിരിക്കും സ്വരാജിന് നേടിയെടുക്കാൻ കഴിയുക, ഇടതുപക്ഷത്തിന് നേടിയെടുക്കാൻ കഴിയുക. പക്ഷേ ഇത് വലിയ വെല്ലുവിളിയാണ്. രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ സ്വരാജിന് എതിരെ അവിടെ നിൽക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ കാണണം എന്നാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസിന്റെ വിലയിരുത്തൽ.